രാജ്യസ്നേഹിയായ അതുലെ, ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നീ ഒരു വീഡിയോ ചെയ്തേക്കുന്ന കണ്ടു. ഞാൻ വിളിച്ചപ്പോൾ നീ പേടിച്ചെടുക്കാത്തയാന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം ഞാൻ നിന്റെ നമ്പർ എടുത്ത പയ്യനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കുമെന്നൊന്ന് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ചീത്ത വിളിക്കാനൊന്നുമല്ല. രാജ്യസ്നേഹിയായ അതുലെ, ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നീ ഒരു വീഡിയോ ചെയ്തേക്കുന്ന കണ്ടു. ഞാൻ വിളിച്ചപ്പോൾ നീ പേടിച്ചെടുക്കാത്തയാന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം ഞാൻ നിന്റെ നമ്പർ എടുത്ത പയ്യനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കുമെന്നൊന്ന് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ചീത്ത വിളിക്കാനൊന്നുമല്ല. ഞാൻ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത വിളിക്കുന്നവനൊരു അർഹത വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരാളെയല്ലേ നമ്മൾ ചീത്ത വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ നിന്നെ പോലൊക്കെ ഒരുത്തനെ നമ്മൾ ഇതിനെ ചീത്ത വിളിക്കുന്നത്. എനിക്ക് എവിടെ നിന്നാണ് എൻ്റെ വീട് പോലീസ് വളഞ്ഞു എന്ന ഇൻഫർമേഷൻ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഒരു 10 സെക്കൻഡ് പോലും കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അമ്മ തൊഴിലുറപ്പിന് പോയ അമ്മയോട് ആരോ പറഞ്ഞു വീട് പോലീസ് വളഞ്ഞെന്ന് പറഞ്ഞ് യൂട്യൂബിൽ പറയുന്നു കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരോ ഒരാൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് എന്താടാ സംഭവം എന്ന് ചോദിക്കുകയും എനിക്കിത് അയച്ചു തരികയും ചെയ്തപ്പോഴാണ് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്നതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. പിന്നെ നിന്റെ രാജ്യസ്നേഹം നമുക്ക് വ്യക്തത, ഇനി നിനക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവും ബോധമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം എന്ന് മാത്രം കരുതിയിട്ട് വിളിച്ചതാണ്. അല്ലാതെ ഞാൻ നിന്നെ വിളിച്ച് ഞാനത് അത്ര പൊട്ടനാണെന്നാണ് എൻ്റെ വിചാരം. ഞാൻ നിന്നെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് നിനക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തരാം? ഒരിക്കലുമല്ല. ഞാൻ ഇപ്പം പോലും മെസ്സേജ് അയക്കുന്നത് നീ ഇത് വീഡിയോ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം നീ കുടുങ്ങാൻ പോകുന്നത് നീ ലോകത്തോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ രാജ്യദ്രോഹമെന്ന് അഖിൽമാരാരുടെ മേലിൽ ആരോപിച്ച അതേ തെറ്റ് നീയും ചെയ്തിരിക്കുന്നുവെന്ന് നിനക്ക് നിയമത്തെക്കുറിച്ച് അറിവില്ലെന്നുണ്ടെങ്കിൽ അതോടൊന്ന് ബോധിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്.